ഹലോ, അങ്ങനെ ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പണിയുണ്ട്. ഞാൻ തലേന്ന് ഞാൻ പറഞ്ഞേ തിരക്കായിട്ട് ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലത്തത് വീട്ടിലവിടെ വെച്ചു. അപ്പോൾ അലക്കാനുണ്ട്. ഇപ്പോൾ വന്ന് കയറി ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ രാത്രിയത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ രാത്രിയത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം അല്ലേ. ഓണമൊക്കെ കഴിഞ്ഞ് ഇതുവരെ ഓണസദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയായി. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കതാണല്ലോ. ഇപ്പോൾ ഒരു ദിവസം നല്ല റിലാക്സ് അല്ലേ സ്വന്തം വീട്ടിൽ പോയാൽ. ഇപ്പം തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ മാതിരിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ ആദ്യം ഒന്ന് മുറ്റടിച്ച് വരട്ടെ. മുറ്റടിച്ച് വരിക്കാനിട്ട് ചായ ഞങ്ങൾ വരുന്ന വഴി കഴിച്ചു കേട്ടോ. ഞാനും മോനും ഒരു മിൻറ്റ് കഴിച്ച് മോനേട്ടൻ ചായ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അടിച്ചു വരട്ടെ, മുറ്റടിച്ച് വരട്ടെ, അകങ്കൊലയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ, അലക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം രാത്രിയിലത്തെ ഫുഡ് എന്താണെന്ന് തീരുമാനിക്കാൻ. അപ്പം നമുക്ക് ഓരോ പണിയിലേക്ക് പോകാം അല്ലേ. ഓക്കെ, ഇന്ന് അലക്കാനുള്ളതൊക്കെ മെഷീനിലാണ് കേട്ടോ ഇടുന്നത്. കാരണം കല്ലുമല്ല അലക്കിയാൽ ശരിയാവില്ല അന്ന്. ചിലപ്പം എന്ത് ചെയ്യാം, മെഷീനിൽ അലക്കാം അല്ലേ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇതാക്കിയിട്ടെ, ചെറിയതും വലുതും കളർ പോകുന്നതും കളർ പോകാത്തതൊക്കെ ഒരുമിച്ചാക്കിയിട്ടിട്ട് അലക്കട്ടെ കേട്ടോ. പാത്രങ്ങളൊക്കെ ഉണങ്ങിട്ടോ. പോകുമ്പോൾ ഒക്കെ കഴുകി വെച്ചിട്ടല്ലേ പോയത്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇനി ഉണങ്ങി അതെല്ലാം എടുത്ത് വെക്കട്ടെ. ഇങ്ങനെ എല്ലാ പണികളാണ് അല്ലേ. ഇവിടുന്ന് പോകുമ്പോൾ നല്ല സുഖമായിരുന്നു, വേഗം പോകും. വന്നു കഴിഞ്ഞാൽ ഓരോ പണികളാണ്. ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ട്രെയിൻ പോലെ അല്ലേ, ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ പുറകെ അങ്ങനെ തുടങ്ങും. അപ്പോൾ വീട്ടിൽ പോയിരിക്കാനാണ് സുഖം അല്ലേ എല്ലാവർക്കും. അവിടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മയെല്ലാം ചെയ്യുമല്ലോ, നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടല്ലോ, ഒന്നിങ്ങനെ സഹായിച്ചു കൊടുക്കല്ലേ വേണ്ടു. അപ്പോൾ ഇനി അടുത്ത പണി ഇതൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ചെറുപയറൊക്കെ പുതിർത്തി വെച്ചു. അകവും കൊല അടിച്ചു വാരി. പിന്നെ ഞാൻ ഇനി പോയിട്ട് മുറ്റടിച്ചു വാരിയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞു കേട്ടോ. ഒരു ദിവസം അടിച്ചു വാരിയില്ലെങ്കിൽ നല്ല പൊടിയാണ്. കാരണം പോകുമ്പോൾ ഒക്കെ മഴയായിരുന്നു, അതുകൊണ്ട് അടിച്ചു വാരലൊന്നും നടന്നില്ലല്ലോ.
അപ്പോൾ അടിച്ചു വാരലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആകെ വേർത്ത് എന്തോ ആയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തലയും കൂടെ കുളിക്കാം. അപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോഴേക്ക് വിനുക്കുട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ടോ. അപ്പോൾ ഞാൻ 6-8 കൂടെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത്. അപ്പോഴേക്ക് വിനുക്കുട്ടൻ വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ തൊഴുതു. ഇനിയിപ്പോൾ പുട്ടും കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ചെറുപയറിൻ്റെ. ഇനി അത് അരച്ച് കലക്കിയാൽ അത് ശരിയായി. ഇനി ഒരു പുട്ടുണ്ടാക്കണം. അപ്പോൾ ഇപ്പം ഇന്ന് എല്ലാ ഭക്ഷണമൊക്കെ വൈകും. ഇപ്പം തന്നെ 7:15. ഇനി എന്തായാലും 8 മണിക്കുള്ളിലെങ്കിലും ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പുട്ടുണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അച്ഛനും മോനും അരിപ്പുട്ടും ചെറുപയർ കറിയും, എനിക്ക് മുത്താറിപ്പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇപ്പം തന്നെ കുറച്ച് നേരമായി ഉണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കണ്ട അല്ലേ. അപ്പോൾ ഞാൻ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കിടന്നുറങ്ങും. പിന്നെന്താ, അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് പറയട്ടെ അല്ലേ. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോവാണ്. നിങ്ങൾക്കൊക്കെ എന്താ രാത്രി ഭക്ഷണം, ചോറാണോ അതോ ഇങ്ങനത്തെ പലഹാരങ്ങളാണോ ഒക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.